ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു മഹത് വ്യക്തിയുടെ ജീവചരിത്രമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ വളരെ എന്നെന്നും ഓർക്കപ്പെടുന്ന ഒരു ലീഡർ ആയിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. ഇയാൾ ആസ് എ മിനിസ്റ്റർ ആയിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു, ആൻഡ് എ പവർഫുൾ ഒറേറ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം, ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ടു ഫൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ ജീവിതം റേസിസത്തിനും അസമത്വത്തിനും ഇൻജസ്റ്റിസിനും അദ്ദേഹം സമരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സമരം മാർഗം എന്ന് പറഞ്ഞത് നോൺ വയലൻറ്റ് മെത്തേഡായിരുന്നു. അക്രമം അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരമാർഗം. ഹിസ് വർക്ക് ട്രാൻസ്ഫോംഡ് ദ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സിനുള്ള തുടക്കം കുറിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഇത് മില്യൺസ് ഓഫ് പീപ്പിളിനെ അദ്ദേഹത്തിലോട്ട് ആകർഷിച്ചു. മില്യൺസ് അറൗണ്ട് ദ വേൾഡ് ബിലീവ് ഇൻ എ പവർ ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ്. മാർട്ടിൻ ലൂതർ കിങ് 1929 ജനുവരി 15 അറ്റ്ലാന്റയിലെ ജോർജിയയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ജനിച്ചത് ഒരു ഡീപ്ലി റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഗ്രാൻഡ് ഫാദറും രണ്ടുപേരും ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ജീവിതത്തിൽ ശരിക്ക് അനുഭവങ്ങൾ ഉണ്ടായി. ബിക്കോസ് ഓഫ് ഹിസ് കളർ. അദ്ദേഹം ആഫ്രിക്കൻ അമേരിക്കൻ ആയിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ദീസ് എക്സ്പീരിയൻസസ് ഷേപ്ഡ് ഹിസ് ഡിസൈഡ് ടു ചേഞ്ച് സൊസൈറ്റി. സൊസൈറ്റിയിലെ ഈ അനീതിക്കെതിരായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് ഇതിലേക്ക് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തത്. മാർട്ടിൻ ലൂതർ കിങ് വാസ് ആൻ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. വളരെ സമർത്ഥനായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. ഈ സ്കിപ്ഡ് സ്കൂൾ ഗ്രേഡ്സ് ഉണ്ട്. ഹൈസ്കൂളിൽ 2 ക്ലാസ്സുകൾക്ക് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി. അത് പഠിക്കാതെ തന്നെ അതിൽ അടുത്ത ക്ലാസ്സിലോട്ട് കിട്ടി. കാരണം അയാൾ വളരെ മിടുക്കനായിരുന്നു. അപ്പം നല്ല പഠിക്കുന്ന കുട്ടികൾ, ഇപ്പം 8 പഠിക്കുന്ന കുട്ടി 10 സിലബസും നല്ലതുപോലെ എക്സാമിൽ എഴുതി. ചിലരങ്ങനെ കുട്ടികളുണ്ട് മിടുക്കന്മാരായിട്ടുള്ള. അങ്ങനെ കോളേജിൽ വന്നു. അറ്റ് ദി ഏജ് ഓഫ് 15 കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ നിന്നും ഒരു തിയോളജിയിൽ ഒരു ഡിഗ്രി എടുക്കുകയും ഫ്രം ക്രോസർ തിയോളജിക്കൽ സെമിനറിയിൽ നിന്നും തിയോളജി ഡിഗ്രി എടുക്കുക. ആൻഡ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD 1955 അദ്ദേഹം കരസ്ഥമാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോളേജ് പഠനകാലത്ത് ഗാന്ധിയൻ ആദർശങ്ങൾ ഇദ്ദേഹത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ദ ഐഡിയ ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്, അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സമരമാർഗം. നോൺ വയലൻറ്റ് എന്ന് പറഞ്ഞാൽ അക്രമത്തിൽ കൂടെയുള്ള സമരമല്ലായിരുന്നു ഇദ്ദേഹം നേതൃത്വം കൊടുത്തത്. സിവിൽ റൈറ്റ്സ് ആൻഡ് ലീഡർഷിപ്പ്. 1955 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആ രാജ്യം മൊത്തം അറിയപ്പെടുന്ന ഒരു നാഷണൽ ഫിഗറായി മാറി. അദ്ദേഹം he led the Montgomery
ബസ് ബോയ്ക്കോട്ട്. അതായത് ആ കാലഘട്ടത്തിൽ റോസ പാർക്സ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അവൾ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അവള് ഒരു വെളുത്ത വർഗ്ഗക്കാരി വന്നപ്പോൾ സീറ്റ് മാറിക്കൊടുത്തില്ല എന്ന ഒറ്റ കാരണത്താൽ അവളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ പേരിൽ നടന്ന കലാപമായിരുന്നു മോണ്ടിഗോ മെറി ബസ് ബോയ്ക്കോട്ട്. അത് ഏകദേശം ഒരു വർഷത്തോളം ആ ബോയ്ക്കോട്ട് നിലനിന്നു. സുപ്രീം കോർട്ട് അതിന് വിധി വന്നു. അതായത് ഈ സെഗ്രിഗേഷൻ ആളുകളെ വേർതിരിച്ച് കാണുന്ന ഇത് ബസ്സസിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ള വിധി വന്നു. അത് നിയമമൂലം അത് നിർത്തലാക്കി. ഈ മാർട്ടിൻ ലൂതർ കിങ് ഇതുപോലെ പല സിവിൽ റൈറ്റ്സ് ക്യാമ്പയിൻസും നേതൃത്വം കൊടുത്തു. ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് ഫൗണ്ടഡ് ദ സതേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ്. 1957 ആ സംഘടന രൂപീകരിച്ചു. അതിൻ്റെ ഉദ്ദേശം aim to use non-violence to fight segregation and promote civil rights. അപ്പം നോൺ വയലൻറ്റിൽ കൂടെ അക്രമത്തിൽ കൂടെ അല്ലാതെ ഉള്ള സമരം സ്വീകരിക്കുക. ഈ സെഗ്രിഗേഷൻ, ഈ മനുഷ്യനെ വേർതിരിക്കുന്ന അതിനും പിന്നെ സെഗ്രിഗേഷൻ ആൻഡ് പ്രൊമോട്ട് സിവിൽ റൈറ്റ്സ്, ആളുകളുടെ റൈറ്റ്സ് അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരത്തിനും നേതൃത്വം കൊടുത്ത് ഹി ഓർഗനൈസ്ഡ് നോൺ വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അത് ഓർഗനൈസ് ചെയ്തു. മാർച്ചസ് ആൻഡ് ബോയ്ക്കോട്ട്സ് ഇൻ സിറ്റീസ്, ഇതുപോലെയുള്ള പല മാർച്ചസിനും ഇദ്ദേഹം നേതൃത്വം കൊടുത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സിറ്റികളായ ബർമിംഗ്ഹാം, സെൽമ ആൻഡ് വാഷിങ്ടൺ DC, അവിടെയൊക്കെ ഇത്തരം അനീതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നോൺ വയലൻ്റ് മെത്തേഡിൽ കൂടെ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ദ ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്. 1963 ആഗസ്റ്റ് 28 വാഷിങ്ടണിൽ ഇദ്ദേഹം ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു ജാഥ സംഘടിപ്പിച്ചു. ഇതിനായിരുന്നു ജോബ്സിനും ഫ്രീഡത്തിനും വേണ്ടി അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നും അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഓർമ്മിക്കുന്ന ഒരു സ്പീച്ചാണത്. അയാൾ ആ സ്പീച്ചിൽ ഒരു സെൻറ്റൻസാണ് ഐ ഹാവ് എ ഡ്രീം. എവിടെയായിരുന്നു ആ പ്രക്ഷോഭം നടത്തിയത്? ഇൻ ഫ്രണ്ട് ഓഫ് ലിങ്കൺ മെമ്മോറിയൽ എന്ന ഫ്രണ്ടിലായിരുന്നു ഈ മാർച്ച് നടത്തിയത്. ഹി ഡെലിവേർഡ് ഈസ് ഐക്കോണിക് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്. ഈ സ്പീച്ച് കൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ഫ്യൂച്ചറിൽ പീപ്പിൾ വുഡ് ബി ജഡ്ജ്ഡ് ബൈ ദർ ക്യാരക്ടർ. ഫ്യൂച്ചറിൽ അങ്ങനെയുള്ളവർ അയാൾ സ്വപ്നം കാണുന്നു. ആളുകളുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വാല്യൂ കൊടുക്കുന്ന, കളറിൻ്റെ അടിസ്ഥാനത്തിലല്ല, നോട്ട് ദ കളർ ഓഫ് ദെയർ സ്കിൻ. ദ സ്പീച്ച് റിമൈൻസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മെമ്മറബിൾ ഇൻ അമേരിക്കൻ ഹിസ്റ്ററി. അമേരിക്കയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സ്പീച്ചാണത്. ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സുകൾ, നേട്ടങ്ങളും 1964 മാർട്ടിൻ ലൂതർ കിങ്ങിന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടി. ആ സെയിം ഇയറിൽ തന്നെ ആ സിവിൽ റൈറ്റ്
ആക്ട് അത് പാർലമെൻറ്റിൽ പാസ്സാക്കി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദ വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് ഓഫ് 1965 ആക്ടും സൈൻ ചെയ്തു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ ആണ്. പക്ഷേ ട്രാജിക്കലി ഇദ്ദേഹത്തിന് ഒരു ലോങ് ലൈഫില്ല. വളരെ ഒരു മിഡിൽ ഏജ് ആയപ്പോൾ തന്നെ അദ്ദേഹം ഹി വാസ് അസാസിനേറ്റഡ്. അതായത് വെടിവെച്ചു കൊന്നു. ഏപ്രിൽ 4, 1968 മെംഫിസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ടെന്നസിയിലെ മെംഫിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ മരണം ഒരു ലോകത്തിന് തന്നെ ഒരു വലിയ നഷ്ടമായിരുന്നു. ഹി വാസ് എ പവർഫുൾ എക്സാമ്പിൾ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്, വിശ്വാസങ്ങളിൽ ആൻഡ് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയക്കാരനായിരുന്നു. ഹി ഷോഡ് ദാറ്റ് വൺ പേഴ്സൺ, ഇദ്ദേഹത്തിൻ്റെ ജീവിതം അത് കാണിച്ചു കൊടുത്തു. വൺ പേഴ്സൺ യൂസിങ് പീസ്ഫുൾ മീൻസ്, സമാധാനത്തിലൂടെ സമരം ചെയ്ത് ലോകത്തിനെ മാറ്റിയെടുക്കാമെന്ന് കാണിച്ചു കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹത്തിൻ്റെ ലെഗസി കണ്ടിന്യൂ ടു ഇൻസ്പയർ മൂമെൻറ്റ്സ് ഓഫ് ജസ്റ്റിസ്, എക്വാളിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അറൗണ്ട്. അപ്പം ലോകം മൊത്തം ലോകം ഉള്ളിടത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ ഈ ലെഗസി എന്നെന്നും നിലനിൽക്കും. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.